ഹലോ ഗൈസ്, അപ്പോൾ ഒത്തിരി ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ പുഡിങ്ങാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇത് ആക്ച്വലി ക്വിക്കായിട്ട് ഞങ്ങളൊരു പ്ലാൻ ചെയ്തൊരു പുഡിങ്ങാണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിൻ്റെ ആ കോർണറിലുള്ള ആ ഒരു ബ്രൗൺ കളറ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി നമ്മളെല്ലാ ബ്രെഡിനെ സ്ലൈസ് ഫുള്ളായിട്ട് നമ്മളെടുത്ത് വയ്ക്കുന്നുണ്ട്. അടുത്ത് ഞാനിവിടെ മാരിയുടെ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരമൽ എടുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ക്രീം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രീം ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ ഒരു 1/2 ലിറ്റർ പാല് വെച്ചിട്ട് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് ഷുഗറും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാരമലാണ് ആഡ് ചെയ്യണത്. ആ ക്യാരമലിനുള്ളിലുള്ള വൈറ്റ് കവറ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്, ആ ഒരു ബ്ലാക്ക് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഈ പാലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അതിന് ശേഷം വീണ്ടും ഞാൻ ഈ ഒരു കുക്കിംഗ് ക്രീം എടുക്കുന്നുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആ ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് അതും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 ക്രീമാണ് നമ്മൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക്, ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗള് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ബ്രെഡിനെ നന്നായിട്ടൊന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം ക്യാരമലിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ബിസ്ക്കറ്റ് കൊണ്ട് കവർ ചെയ്തു. അതിനുശേഷം ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ. അപ്പോൾ അവിടെ നമ്മൾ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് അതിനെ ഒന്ന് ഫില്ല് ചെയ്തു. വീണ്ടും നമ്മൾ ബ്രെഡ് കൊണ്ട് തന്നെ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് ലെയർ കംപ്ലീറ്റ്ലി ഇതേപോലെ തന്നെ ബ്രെഡ് കൊണ്ട് കവർ ചെയ്യുക. കുറച്ച് സ്പേസ് വരുന്നിടത്ത് ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്പേസ് കറക്റ്റായിട്ട് ഫില്ലായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്രീം ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ക്യാരമൽ വെച്ചിട്ട് എടുത്ത ക്രീമാണ് ഞാൻ ആദ്യം ഒഴിക്കണത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു വൈറ്റ് ക്രീം ഇതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പിസ്തയാണ് കേട്ടോ ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം ആൽമണ്ടോ അല്ലെങ്കിൽ കാഷ്യോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഡെക്കറേഷൻ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്കിതിനൊരു 30 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ നേരെ ഫ്രിഡ്ജിലേക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്ത് നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്തു. ആക്ച്വലി പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിലും ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. കഴിച്ച എല്ലാവരും നല്ല ഫീഡ്ബാക്കായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങളിതേ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കി നമ്മുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല അടിപൊളി ഒരു നൈറ്റ് വൈൻഡപ്പ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ